ഓണമിതാ അടുത്തെത്തി. വില വർധനവിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് മലയാളികൾ. ഓണ സീസണിലെ ഡിമാൻഡ് കാരണം പച്ചക്കറികളുടെയും പൂക്കളുടെയും വില സാധാരണ ഉയരാറുണ്ട്. ഇത്തവണ അരിയിലും ആശങ്കയാണ്. നിലവിൽ സംസ്ഥാനത്ത് അരിവിലയിൽ നേരിയ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. വില ഇനിയും ഉയർന്നേക്കുമോ എന്നാണ് സംശയം. പൊതുവിപണിയിൽ അരിവില കൂടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മഞ്ഞക്കാർഡ് ഉടമകളുടെ പ്രതിമാസ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് പിന്നാലെയാണ് പൊതുവിപണിയിൽ അരിവില ഉയർന്നത്. കിലോയ്ക്ക് 4 രൂപ വരെ കൂടിയിട്ടുണ്ട്. സാധാരണ അരി 48 മുതൽ 55 രൂപയ്ക്കും ബ്രാൻഡഡ് അരി 60 രൂപയ്ക്കും മുകളിലാണ് വ്യാപാരം. ഓണസദ്യയ്ക്ക് വേണ്ടിയുള്ള അരി വാങ്ങുമ്പോൾ പോക്കറ്റ് കീറുമോ എന്നാണ് നിലവിലെ ആശങ്ക. അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകൾക്ക് അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ 35 കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഭക്ഷ്യഭദ്രതാ നിയമ ഭേദഗതിയിലൂടെ ഇത് ഒരംഗത്തിന് 7 കിലോയായി നിശ്ചയപ്പെടുത്താനാണ് നീക്കം. ഇതോടെ 2 അംഗങ്ങളുള്ള കുടുംബത്തിന് സൗജന്യമായി ഒരു മാസം 35 കിലോ അരി ലഭിച്ചിരുന്നത് 14 കുറയും. 21 കിലോയുടെ കുറവാണ് ഒറ്റയടിക്കുണ്ടാകുന്നത്. പല കുടുംബങ്ങളുടെയും ആശ്രയം സൗജന്യമായി ലഭിക്കുന്ന അരിയാണ്. എന്നാൽ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതോടെ കൂടിയ വിലയ്ക്ക് അരി വാങ്ങേണ്ടി വരും. സംസ്ഥാനത്ത് പച്ചക്കറി വിലയും കുതിച്ചുയരുകയാണ്. ഇഞ്ചി, പീൻ, സവാള, പച്ചമുളക് തുടങ്ങിയവയുടെ വിലയിലും കൂടിയിട്ടുണ്ട്. ഇഞ്ചിക്ക് കിലോഗ്രാമിന് 240 രൂപയാണ് നൽകേണ്ടത്. കനത്ത മഴയെ തുടർന്ന് ഇഞ്ചി ഉൽപാദനം ഇടിഞ്ഞതാണ് ഇഞ്ചി വില കുതിക്കാൻ കാരണം. 2 ആഴ്ച മുൻപ് 1 കിലോ ബീൻസിന് 60 രൂപയായിരുന്നു വിലയെങ്കിൽ ഇന്ന് 100 രൂപയാണ് നൽകേണ്ടത്. പച്ചമുളക് 60 രൂപയായും സവാള 35 രൂപയായും വില ഉയർത്തി. പച്ചമുളകിന് മുൻപ് 40 രൂപയായിരുന്നു വില. 20-ൽ നിന്നാണ് സവാള വില കൂടിയത്. വെളുത്തുള്ളി വിലയും കൂടിയിട്ടുണ്ട്. 150-നും 200-നും ഇടയിലാണ് വെളുത്തുള്ളിയുടെ വില. കാലാവസ്ഥ വ്യതിയാനങ്ങൾ വിലയെ ബാധിച്ചതാണ് പച്ചക്കറികളുടെ വില വർധനവിന് കാരണം. ട്രോളിംഗ് നിരോധനമായതിനാൽ പച്ചക്കറിക്ക് ആവശ്യക്കാരേറുന്ന സാഹചര്യത്തിലാണ് വില വർധനവ്. ഉൾനാടൻ വിപണിയിലും വില കുതിക്കുകയാണ്. ഓണക്കാലം മുന്നിൽ കണ്ട് പൊതുവിപണിയിലെ ഈ കൊള്ളയും വിലക്കയറ്റവും തടയാൻ സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് ചന്തകൾ സജീവമാക്കുകയും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത്തവണത്തെ ഓണം സാധാരണക്കാരായ മലയാളികൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയായി മാറും. കേന്ദ്ര റേഷൻ വിഹിതത്തിലെ വെട്ടിക്കുറയ്ക്കലും പൊതുവിപണിയിലെ വിലക്കയറ്റവും ഒരേ സമയം നേരിടേണ്ടി വരുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകാൻ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.